സഞ്ചരിക്കുന്ന ഒരു വണ്ടിയിൽ നമ്മൾ ചേരുന്ന ഒരു LED ബോൾ. ഇത് മഹീന്ദ്രയുടെ പിക്കപ്പാണ്. നമ്മുടെ നിലമ്പൂരിലോട്ട് അടുത്ത ദിവസം ഡെലിവറി കൊടുക്കാൻ വേണ്ടി പോകുന്നുണ്ട്. ഈ ഒരു വണ്ടിയുടെ 3 സൈഡിൽ നമ്മൾ ഇതുപോലെ LED ബോൾ ചെയ്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ നമ്മുടെ വലിയൊരു വണ്ടി നമ്മൾ കാലിക്കറ്റിലോട്ട് കണ്ണൂരിലോട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. നിലമ്പൂരിലുള്ള ഒരു കമ്പനിക്ക് വേണ്ടി അവരുടെ പ്രോഡക്റ്റ് അവർക്ക് പല എക്സിബിഷൻ അല്ലാതെ റോഡിലൊക്കെ കൊണ്ടിട്ട് പരസ്യം ചെയ്യാൻ വേണ്ടി ചെയ്തതാണ് കേട്ടോ. നമ്മൾ ഫുൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ടെസ്റ്റിംഗ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ നാളെ അവർക്ക് ഒന്ന് ഫുൾ പോളിഷ് ചെയ്തിട്ട് കൊടുത്തേച്ചാൽ മതി. അവരുടെ തന്നെ ഇരുന്ന പഴയ ഒരു മഹീന്ദ്രയുടെ വണ്ടി ഉണ്ട്. അതൊരു കണ്ടെയ്നർ ടൈപ്പ് ആയിരുന്നു. ആ ഒരു കണ്ടെയ്നർ നമുക്ക് തന്നു, ആ വണ്ടി നമുക്ക് തന്നു. നമ്മൾ അതെല്ലാം പൊളിച്ചിട്ട് ഫുൾ LED ഡിസ്പ്ലേ നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സൈസ് വരുന്ന ഈ ഒരു സൈഡ് എന്ന് പറയുമ്പോൾ നമുക്ക് 7 ഫീറ്റ് ലെങ്ത്, 5 ഫീറ്റ് ഹൈറ്റ്. ഈ ഒരു സൈഡിൽ നമുക്ക് 4 ഫീറ്റ് ലെങ്ത്, 5 ഫീറ്റ് ഹൈറ്റ്. അങ്ങനെ 3 സൈഡിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. പിന്നെ കഴിഞ്ഞൊരു പ്രാവശ്യം നമ്മൾ വീഡിയോ ചെയ്യുന്നത് ഒത്തിരി ആൾക്കാർ ചോദിച്ചു ഈ ഒരു വണ്ടിയിൽ ഇങ്ങനെ എന്താ പറയുന്നത് മഴ നനഞ്ഞ പ്രശ്നമോ കാര്യങ്ങളൊക്കെ വരുന്നത്. അങ്ങനെയുള്ള പ്രശ്നം ഒന്നും തന്നെ ഇല്ല. അങ്ങനെ ഡാമേജ് ആവത്തൊന്നുമില്ല. വാട്ടർ പ്രൂഫും കാര്യങ്ങളൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിനകത്ത് നമ്മൾ ജനറേറ്ററും കാര്യങ്ങളെല്ലാം വെച്ചിട്ടുണ്ട്. ആ ഒരു ജനറേറ്ററിൻ്റെ പവറിലാണ് ഈ ഒരു ബോളിലെ ഡിസ്പ്ലേയും കാര്യങ്ങളെല്ലാം തന്നെ വരുന്നത്. നമുക്ക് എന്ത് പരസ്യമേളിലും നമുക്ക് ഇതിനകത്ത് കൊടുക്കാം. അതിനുള്ള യൂണിറ്റ്, ആംപ്ലിഫയർ യൂണിറ്റ് അല്ലെന്നുണ്ടെങ്കിൽ ആ USB ഒക്കെ പോർട്ടും കാര്യങ്ങളും അകത്തുണ്ട്. അപ്പോൾ നമുക്ക് എന്താണ് നിങ്ങളുടെ പരസ്യം, ആ ഒരു പരസ്യം USB-ലോട്ട് കോപ്പി ചെയ്യുക. എന്നിട്ട് അതിനകത്ത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പരസ്യം ഇവിടെ 3 സൈഡിൽ നമ്മൾ ഒരേപോലെ പ്ലേ ആവും. വേണ്ട, നമുക്ക് ഒരു സൈഡ് മാത്രം ആയതുകൊണ്ടെങ്കിൽ അങ്ങനെയുള്ള നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. നിലവിലെ നിയമം അനുസരിച്ചിട്ട് ക്ലോസ്ഡ് ബോഡി ആയിട്ടുള്ള ഏതൊരു വണ്ടിയിലും നമുക്ക് ഇതുപോലുള്ള LED ഇത് ചെയ്യാൻ പറ്റും. അല്ല നിങ്ങളുടെ ഇപ്പോൾ പഴയ ഒരു മഹീന്ദ്ര പിക്കപ്പ് ഉണ്ട്, അതിൽ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. കാരണം പേപ്പറിനകത്ത് ക്ലോസ്ഡ് എന്നുള്ള അല്ലെങ്കിൽ കണ്ടെയ്നർ ടൈപ്പ് എന്നുള്ള ആയിരിക്കണം. അല്ലെന്നുണ്ടെങ്കിൽ ഫ്രഷ് ആയിട്ടുള്ള വണ്ടി തന്നെ നമുക്ക് കൊണ്ട് തരേണ്ടി വരും. അങ്ങനെയാണ് നമ്മൾ നേരത്തെ ഉള്ള ഐഷറിൻ്റെ വലിയ വണ്ടികളൊക്കെ നമ്മൾ ചെയ്തിരിക്കുന്നത്. പിന്നെ പല ആൾക്കാരും ചോദിക്കുന്ന ചോദ്യമാണ് ഇതിന് എത്ര കോസ്റ്റ് ആണുള്ളത്. ഏകദേശം നമുക്ക് 15 lakhs വരെയാണ് നമുക്ക് ഇതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് നമ്മൾ ടോട്ടൽ കോസ്റ്റ് ആയിരിക്കുന്നത്. അത് നമുക്ക് കൂടുകയും ചെയ്യാം കുറയുകയും ചെയ്യാം. കാരണം ഇത് കണ്ട് ഫുൾ നമ്മൾ ക്യാമറയും കാര്യങ്ങളുള്ള 4 സൈഡിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. കാരണം നമ്മൾ ഇതുപോലെ ഒരു റോഡ് സൈഡിൽ കൊണ്ടിട്ട് കഴിഞ്ഞാൽ എറിഞ്ഞ് പൊട്ടിക്കുകയൊക്കെ അങ്ങനെ കുറേ കാര്യങ്ങൾ. അപ്പോൾ അതിനുവേണ്ടാണ് ആ ഒരു സെക്യൂരിറ്റിക്ക് വേണ്ടിയാണ്, സേഫ്റ്റിക്ക് വേണ്ടിയാണ് ആ ഒരു ക്യാമറയും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എപ്പോഴായാലും നമുക്ക് മോണിറ്റർ ചെയ്യാൻ പറ്റും. പിന്നെ ഇത് കോസ്റ്റ് കുറച്ചും ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ഒരു ക്വാളിറ്റി അനുസരിച്ച് നമുക്ക് കൂട്ടിയും കുറച്ചും ഒക്കെ ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ഒരു കോസ്റ്റ് വന്നെങ്കിൽ അറൗണ്ട് 14 to 15 lakhs ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലുള്ള എന്താ പറയുക LED ബോൾസ് നിങ്ങൾക്ക് ചെയ്യണമെന്നല്ല, നിങ്ങളുടെ പ്രൊഡക്റ്റ് ഡിസ്പ്ലേ ചെയ്യണമെന്നുണ്ടെങ്കിലും അല്ല നിങ്ങളൊരു പരസ്യ കമ്പനി ആണെന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ ഇലക്ഷനൊക്കെയാണ് വരുന്നത്. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾക്ക് ഇലക്ഷൻ പ്രചാരണത്തിന് വേണമെന്നുണ്ടെങ്കിൽ വണ്ടി വാടകയ്ക്ക് വിടാൻ പറ്റും. അതിനൊക്കെ നിങ്ങൾക്ക് LED ബോൾസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഏത് വണ്ടിയിലായാലും നമ്മൾ ചെറുതോ വലുതോ ഒക്കെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ യൂണിക്കോൺ കോച്ച് വർഷമായിട്ട് കോൺടാക്ട് ചെയ്യുക. നമ്പർ വീഡിയോക്കകത്തുണ്ട്. അപ്പോൾ ഇതുള്ള കുറേ വിശേഷങ്ങൾ നമുക്ക് പുതിയ വീഡിയോക്കകത്ത് വീണ്ടും കാണാം.